കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിരിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത എന്നിവയെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സൗമ്യതയെ പറ്റിയിട്ടാണ്. കുറിവാക്യമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:5 ഇങ്ങനെ വായിക്കുന്നു: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവ് പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമെന്ന്. ദൈവം നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? അതെ, ആ ദേശത്തിൽ നിങ്ങളെ ഉപയോഗിക്കുമെന്ന്, ദേശത്തിൽ നിങ്ങളെ പ്രയോജനപ്പെടുത്തുമെന്ന്, അതെ, ആ ദേശത്തെ നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുമെന്ന് സ്വർഗത്തിലെ യേശു ക്രിസ്തു നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ സൗമ്യതയോടെ നടക്കണം. എല്ലാവർക്കും അറിയാം, മോശ തുടക്കത്തിൽ സൗമ്യതയില്ലാത്ത ഒരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദേഷ്യത്തിൽ ഈജിപ്ഷ്യനെ കൊന്നിട്ട് മരുഭൂമിയിൽ പോയി പാർക്കേണ്ട വന്നത്. എത്ര വർഷം അദ്ദേഹം അവിടെ പാർത്തു? 40 വർഷം. കർത്താവ് അദ്ദേഹത്തെ മോൾഡ് ചെയ്തു. അതിനുശേഷം കർത്താവുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായതിനു ശേഷമാണ്, കർത്താവിന്റെ വചനത്തിൽ കാണുന്നുണ്ട്, ആ എൻകൗണ്ടറിന് ശേഷം ആള് മാറി. അതെ, സംഖ്യാപുസ്തകം 12:3 ഇങ്ങനെ വായിക്കുന്നു: മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദേഷ്യ സ്വഭാവത്തെ എൻകൗണ്ടറിന് ശേഷം കർത്താവ് മാറ്റി. അദ്ദേഹത്തിന്റെ ഹൃദയം തന്നെ മാറിപ്പോയി. കർത്താവിന്റെ വചനത്തിൽ കാണുന്നത് അതിസൗമ്യനായി തീർന്നതാണ്. ഇന്ന് പകലിൽ ആ ഗിഫ്റ്റ് നമ്മൾക്ക് എങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കും? അതെ, പരിശുദ്ധാത്മാവുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടറിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. യേശു ക്രിസ്തുവായി ഒരു പേഴ്സണൽ എൻകൗണ്ടറിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ആ ഗിഫ്റ്റ് നമ്മൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ആ ഫലം നമ്മൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. സൗമ്യത എന്ന ഫലത്താൽ നമ്മൾ നിറയേണ്ടതായിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകലിൽ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾക്ക് ആ ഫലം ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ സൗമ്യതയുടെ ഫലത്താൽ നിറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്കൊന്ന് വിട്ടുകൊടുത്താട്ടെ. അതെ, ഇന്ന് പകലിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറണമോ? ആ ദേശത്തെ നിങ്ങൾക്ക് അവകാശമായി തരും. അതെ, ആ ദേശത്തിന്റെ ഉണർവിനായി നിങ്ങളെ പ്രയോജനപ്പെടുത്തും. രാജ്യങ്ങളുടെ ഉണർവിനായി നിങ്ങളെ പ്രയോജനപ്പെടുത്തുമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ സൗമ്യതയുടെ ആത്മാവിനാൽ നിറയുവാൻ വിട്ടുകൊടുത്താട്ടെ. അഭിഷിക്തന്മാരെ കേട്ടാട്ടെ. സൗമ്യതയുടെ ആത്മാവിൽ സഭയെ നയിച്ചാട്ടെ, സഭയെ നയിച്ചാട്ടെ, സഭയെ നയിച്ചാട്ടെ. ഒരു ദൈവദാസന് വേണ്ടിയ ക്വാളിറ്റിയാണ് സൗമ്യത. മോശയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ആയിരുന്നു സൗമ്യത. അതെ, ജനത്തെ നയിക്കുവാൻ സൗമ്യനായിരിക്കണം. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിന്റെ ദാസിമാർ കേട്ടാട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദേശങ്ങൾ നിങ്ങളുടെ കരത്തിൽ കൂടി, അതെ, ദേശങ്ങളുടെ ഉണർവ് നിങ്ങളുടെ കരത്തിൽ കൂടി സംഭവിക്കുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതെ, നിങ്ങളെയാണ് സ്വർഗം കണ്ടിരിക്കുന്നത്. അസാധാരണമായ പ്രവൃത്തിക്കായി നിങ്ങളെ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ കണ്ടിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ സ്വർഗത്തിന്റെ ദൈവം ഈ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറച്ച് കർത്താവ് ഉപയോഗിച്ചിരിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ആത്മാവിന്റെ ഫലങ്ങളെ പറ്റിയിട്ടായിരുന്നല്ലോ ഈ ദിവസങ്ങളായി ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കേട്ടത് സൗമ്യതയുടെ ഫലത്തെ പറ്റിയിട്ടാണ്. അങ്ങയുടെ സൗമ്യതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഞങ്ങളിൽ കൂടി നിറവേറട്ടെ. ആ ദേശത്തെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നിട്ട് നന്ദി. രാജ്യങ്ങളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നിട്ട് നന്ദി. കർത്താവെ, സ്പിരിച്വൽ സ്ലീപ്പിംഗ്, കർത്താവെ, ആത്മീയ ഉറക്കത്തിൽ കിടക്കുന്ന കർത്താവെ ഒരു കൂട്ടം ജനം, അതെ, ഞങ്ങളുടെ കരത്തിൽ കൂടി വിടുവിക്കപ്പെട്ട് കർത്താവെ ആത്മീയ ഉണർവിലേക്ക് കയറി വരുവാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനുമത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.